വളരെ സങ്കടത്തിൽ പെട്ടുപോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് എല്ലാം ഒന്ന് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. മറവി മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ പിന്തുടരുന്ന ഒരു പ്രശ്നമാണ്. ചില ആൾക്കാർക്ക് മറവി രോഗമുണ്ടാകും. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാകും, ചിലപ്പോൾ ഒരു ശാപമാകും. ഓഫീസിലേക്കോ കോളേജിലേക്കോ വീട്ടിലേക്കോ അല്ലെങ്കിൽ പണിസ്ഥലത്തേക്കോ ഒക്കെ നമ്മൾ പോകുമ്പോൾ രാവിലെ നമ്മൾ ചാടിപ്പിടിച്ചിറങ്ങി ആ സമാധാനത്തിൽ ഇറങ്ങുമ്പോൾ ബസ്സിൽ കയറി ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വള്ളിച്ചെരുപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. പെട്ടെന്ന് ഈ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ചെരുപ്പ് മാറാനുള്ള സമയം കാണില്ല. ചെറുതായിട്ട് നമ്മളെ ഒന്ന് അലവസരപ്പെടുത്തും അത്. കാരണം ഒരുപാട് സമയം അപകരിക്കും ഒരു മടക്ക യാത്രയ്ക്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്ന് ഓർമ്മിച്ചില്ലെങ്കിലും നന്നായിരുന്നു. കാരണം ഇപ്പോൾ ഓർമ്മ വന്നുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ചെരുപ്പ് നോക്കിയത്. അതേസമയം വീട്ടിൽ വെച്ച് മാറ്റിയിടാമായിരുന്നു. അപ്പോൾ ഓർമ്മയുണ്ടെങ്കിലും ചിലപ്പോൾ ഉണ്ടാകും, ഓർമ്മയില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ജീവിതത്തിൽ പക്ഷേ നമുക്ക് മറന്നു കളയേണ്ട കാര്യങ്ങൾ മറന്നേ പറ്റൂ. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സിനിമ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് കയറി വന്നാൽ നമുക്ക് പലതും ക്ഷമിക്കാൻ പ്രയാസമാകും, പലരോടും കയർക്കാൻ താല്പര്യമുണ്ടാകും. അങ്ങനെ ഈ മറവി എന്ന് പറയുന്ന ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ അനുഗ്രഹം, ചിലപ്പോൾ ശാപമാകും. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പരമാവധി ചില ആൾക്കാർ പറയും വന്ന വഴി മറന്നവനാവൻ എന്ന് പറയും. നമ്മൾ വന്ന വഴികൾ മറക്കാനേ പാടില്ല. നമ്മുടെ ജീവിത പുസ്തകത്തിൽ താളുകൾ മറിയുമ്പോൾ ഈ നമ്മൾ തുടങ്ങിയ കാലം, നമ്മൾ സഞ്ചരിച്ച കാലം, നമ്മൾ കണ്ടുമുട്ടിയവർ, ഇവരെ ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല. അങ്ങനെ മറക്കുന്ന ആളുകൾ ഈ ഭാഗ്യാന്വേഷികളാണ് എന്ന് ഞാൻ പറയും. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർമ്മയുള്ള 60 പേർ ലോകത്തുണ്ട്. അങ്ങനെ ഒരു പഠനം തന്നെ നടന്നിട്ടുണ്ട്. ഈ 60 പേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നമുക്ക് എത്ര കാര്യങ്ങൾ അറിയാം. ചിലരുടെ മെമ്മറി നമുക്ക് വലിയ 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 ഷോക്ക് ഉണ്ടാക്കും. നമ്മൾ മറന്ന് സങ്കടമൊക്കെ ഒഴിഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും അന്ന് 84 ജനുവരി 22 നിങ്ങൾ രാവിലെ 6:30 മണിക്ക് എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുന്നതോടെ നമ്മുടെ സർവ്വ സമാധാനം പോയിന്ന് വരും. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയാണ്. ചിലപ്പോൾ ഈ മറവി നമ്മളെ വല്ലാതെ പിന്തുടരും, ചിലപ്പോൾ നമുക്കത് ശാപവചനമായി മാറുകയും ചെയ്യും. നമ്മൾ ഏറെ വിലമതിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. മറവി ഉള്ള ആളുകൾക്ക് നല്ല പരീക്ഷ പോലും എഴുതാൻ കഴിയില്ല. നമ്മൾ പരീക്ഷാ ഹാളിൽ ചെന്ന് പരീക്ഷാ പേപ്പർ കൈ കിട്ടുമ്പോൾ എല്ലാം നമുക്ക് എഴുതണമെങ്കിൽ നല്ല ഓർമ്മശക്തി വേണം. അപ്പോൾ മറവിയും ഓർമ്മയും തമ്മിൽ വലിയ ബന്ധമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബസ്സിലോ കാറിലോ ഇരുന്ന് നിങ്ങൾ മോർണിംഗ് ഷോ കണ്ടിരിക്കുകയായിരിക്കും. അതേസമയം നിങ്ങൾ ഇപ്പോൾ ആലോചിക്കും എന്തോ ചില കാര്യങ്ങൾ മറന്നുപോയല്ലോ എന്ന്. അതൊന്നും വിഷമിക്കണ്ട. ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത് ജീവിതത്തിൽ നല്ലതാണ് എന്ന് മാത്രം ആലോചിച്ച് നമുക്ക് സന്തോഷമായിട്ട് മനസ്സമാധാനത്തോടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ ഓർമ്മിച്ചെടുക്കാം എന്ന് വിചാരിച്ച് മോർണിംഗ് ഷോ തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.